ജീവിതത്തിൽ എന്തെങ്കിലും കൂടെ ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ ചെയ്തു വെക്കണം. ഇപ്പൊ കണ്ണടഞ്ഞാൽ ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വരാതെ അവിടെ തടഞ്ഞു പോയാൽ, കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചാൽ, കൈകാലുകൾ നിശ്ചലമായാൽ, പിന്നെ ആർക്കും നമുക്ക് എത്ര പണം ഉണ്ടായിക്കോട്ടെ, എത്ര ബന്ധുക്കൾ ഉണ്ടായിക്കോട്ടെ, സ്വാധീനം ഉണ്ടായിക്കോട്ടെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളും നമ്മുടെ കർമ്മങ്ങളും ഒറ്റക്കാണ്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിമാന്മാരാവുക. പ്രവാചകന്റെ ആ വാക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാവട്ടെ. ആരാണ് ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹിന്റെ മറുപടി, ഏത് സമയത്തും മരണപ്പെട്ടേക്കാം എന്ന ചിന്തയോടുകൂടി ജീവിക്കുകയും ആ മരണത്തിന് ശേഷം ഞാൻ ഒറ്റപ്പെടുമ്പോൾ എനിക്ക് വേണ്ടത് ഈ മരണത്തിന് മുമ്പേ ചെയ്തു വെക്കുകയും ചെയ്തവൻ ആരോ അവനാണ് ബുദ്ധിമാൻ. അള്ളാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനോട് എത്ര കൂടുതൽ പ്രാർത്ഥിക്കുന്നോ അത്ര അള്ളാഹു നമ്മളെ ഇഷ്ടമാണ്. എങ്ങനെ? എത്ര കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവോ അത്രയും അള്ളാഹുവിന് അവരെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുക. ഖുർആനുമായി നല്ല ബന്ധമുണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച, വളർന്ന ആ പ്രബോധനത്തിന്റെ ആദ്യ നാളുകളുടെ വിയർപ്പും ചോരയും വീണ വിശുദ്ധമായ ഒരു മണ്ണില ബിലാലും ഖബ്ബാബും ഖുബൈബും അമ്മാറും യാസിറും അവരുടെ ചോരയും കണ്ണീരും വീണ് നനഞ്ഞ മണ്ണില. ആ മണ്ണിൽ നിൽക്കുമ്പോൾ, കാല് ചവിട്ടി നിൽക്കുമ്പോൾ കാലിൽ തരിപ്പ് വണറത്തെ എവിടെയാണ് ഞാൻ നിൽക്കുന്നത്? ഇത് ഏത് മണ്ണാണ്? സ്വർഗം നേടാൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു തലമുറ, ഒരു സമൂഹം ജീവിച്ച മണ്ണ. ആ പ്രവാചകന്റെ നാട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ടോ അതൊക്കെ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് അറിവ് നേടാൻ പഠിക്കുക. പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗം അറിവ് പകരാൻ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് ധാരാളം പഠിക്കുക, ധാരാളം കേൾക്കുക, ധാരാളം വായിക്കുക, അള്ളാഹുമായി ധാരാളം അടുക്കുക. വേണ്ടാത്ത സംസാരങ്ങളും വേണ്ടാത്ത ബന്ധങ്ങളുമൊക്കെ നമ്മൾ മാറ്റിവെക്കുക. സ്വർഗം ലക്ഷ്യമാക്കി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഈ നാളുകളിൽ കുറച്ച് നാളുകളേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി ഹജ്ജിന്റെ തിരക്കിലേക്ക് നമ്മൾ മാറുകയാണ്. കാലാവസ്ഥ കൂടുതൽ ചൂട് പിടിക്കുകയാണ്. പല സുഹൃത്തുക്കളെയും ഗവൺമെന്റ് ഹജ്ജ് ഗ്രൂപ്പിലൊക്കെ വന്നവരുമായിട്ട് വിളിച്ചു നോക്കുമ്പോൾ വിളിച്ചവരൊക്കെ ജലദോഷത്തിന്റെ പനിയുടെ പിടിയിലാണ്. ഒരുപക്ഷെ നമ്മളെ തേടി വന്നേക്കാം. ഒരു നന്നായിട്ട് പഠിച്ചാൽ മതി, ജമാഅത്ത് റൂമിൽ നിസ്കരിക്കേണ്ടി വരും. ഒന്ന് നന്നായി തലവേദന വന്നാൽ മതി, പുറത്തിറങ്ങാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആരോഗ്യത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട 2 നിഅമത്തുകളുണ്ട്, അനുഗ്രഹങ്ങൾ. പക്ഷെ പലരും ആ അനുഗ്രഹങ്ങളെ ശ്രദ്ധിക്കാറില്ല. ഒന്ന് അസ്സഹത്തു, ആരോഗ്യമാണ്. 2 അൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ഇവിടെ നമുക്ക് ആരോഗ്യമുണ്ട്, ഒഴിവ് സമയമുണ്ട്. ഭക്ഷണം ഉണ്ടാക്കണ്ട, വാങ്ങണ്ട, കൊണ്ടുവരണ്ട. നേരം നമ്മുടെ പ്ലേറ്റിലേക്ക് സാധനം വരും, നമ്മൾ ഇരിക്കുക, കഴിക്കുക, എല്ലാ സൗകര്യങ്ങളുണ്ട്. അത് റബ്ബ് തന്നതാ. എന്തിനാണെന്നറിയോ? സ്വർഗത്തിലേക്കുള്ള നമ്മളുടെ കർമ്മങ്ങളുടെ ഭാരം കൂട്ടാനുള്ള നല്ല ദിവസങ്ങളായി തന്നതാ. അതുകൊണ്ട് ഈ ദിവസങ്ങളെ, ഈ സമയങ്ങളെ പരമാവധി കഴിവിന്റെ അത്രയും നമ്മൾ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.